ഹലോ, അപ്പോൾ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നാളെയാണ് നമ്മൾ കിട്ടുന്നറ സ്വാമിമാർ പോണ ദിവസം. അപ്പോൾ ഇന്ന് എന്തായാലും തലേ ദിവസം നമുക്ക് കുറച്ച് ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന്. അപ്പോൾ അത് രാവിലെ എന്നത്തെയും പോലെ നേരത്തെ എണീറ്റ് ചെറിയൊരു മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ വീഡിയോകൾ കാണുമ്പോൾ ഞാനിത് യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങളിലേക്കൊക്കെ എത്തുന്ന സമയത്ത് മിക്കവാറും സ്വാമിമാർ മലയ്ക്ക് പോയി തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ടാവുമെന്നാണ് തോന്നുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ നേരെ വിളക്ക് വയ്ക്കാൻ പോയിട്ടുണ്ട്. വിളക്ക് വെച്ച് ഒരുപാട് പ്രാർത്ഥിച്ച് കുറേ നമുക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ വിഷമങ്ങളും സന്തോഷങ്ങളും എല്ലാം പങ്കുവെച്ചിട്ട് പിന്നെ നമ്മൾ നേരെ കിച്ചണിലേക്ക് കേട്ടോ പോണത്. അതിൻ്റെ ഇടയിൽ നമുക്ക് സ്വാമിമാർക്ക് കാലഴുകി കയറാനുള്ള വെള്ളം കൂടെ കൊണ്ടുവയ്ക്കണം. അപ്പോൾ അത് കിണ്ടിയിലാക്കിയിട്ട് ഞാൻ അവിടെ ഫ്രണ്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സമയം 5:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ചോറിൻ്റെ ചെമ്പും ചായയുടെ ചെമ്പൊക്കെ വടക്കോർന്ന് എടുത്ത് വന്നു. ആദ്യം വെച്ചത് ചായയുടെ വെള്ളമാണ്. പിന്നെ നേരെ നമ്മൾ ചോറിൻ്റെ വെള്ളം വെച്ചു കേട്ടോ. അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് തീ പിടിപ്പിക്കലാണ് കേട്ടോ. എന്തോ ഭാഗ്യത്തിന് ഇന്ന് വലിയ കുഴപ്പമില്ലാണ്ട് വേഗം പിടിച്ച് കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്തായാലും നമ്മളുടെ വിറക് വെക്കുന്ന ഏരിയ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇന്ന് എന്തായാലും കുറച്ച് വിറകൊക്കെ കൊണ്ടുവന്ന് വെക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ചായക്ക് ഉണ്ടാക്കുന്നത് പൂരിയാണേ. അതിന് വേണ്ടി ഞാൻ ആട്ടപ്പൊടിയൊക്കെ എടുത്ത് സെറ്റാക്കി വെള്ളം ഒഴിച്ച് കുഴയ്ക്കാൻ നിൽക്കുന്ന സമയത്ത് നമ്മൾ നായകൻ എണീറ്റ് വന്നേ. അപ്പോൾ അവനൊന്ന് സെറ്റാക്കി ഇരുത്തുമ്പോഴത്തേക്കും സ്വാമിമാരും വന്നു. പിന്നെ സ്വാമിമാരുടെ പ്രാർത്ഥനയൊക്കെ കഴിയുമ്പോഴത്തേക്കും ഞാൻ അടുക്കളയിലേക്ക് വന്നു. അതിൻ്റെ ഇടയിൽ നമ്മൾ രുദ്രനൊക്കെ ഒന്ന് സൈഡാക്കിയിട്ട് ഞാൻ പണികളൊക്കെ കഴിച്ചിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എല്ലാവരും കൂടെ ഇന്ന് ചായ കുടിച്ച് പൂരി ഇഷ്ടകറിയായിരുന്നേ. പിന്നെ പിള്ളേർക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഊണും കൂടെ ഞാനൊന്ന് സെറ്റാക്കി എടുക്കുകയാണേ. അപ്പോൾ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ, ഒരാൾക്ക് അച്ചാറാണ് ഇഷ്ടം വെച്ചാൽ ഒരാൾക്ക് ഉപ്പിലിട്ടതാണ് ഇഷ്ടം. അപ്പോൾ എന്തായാലും രണ്ടാൾക്കും ഇഷ്ടത്തിനനുസരിച്ചിട്ട് എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അവരതിനെ പറഞ്ഞയച്ചിട്ട് നമുക്ക് കുറച്ച് പരിപാടികൾ വേറെ ഉണ്ട്. പിന്നെ അത് ഉപ്പേരി ഇന്ന് നമ്മൾ മറ്റേ മത്തലശ്ശേരി ഉണ്ടല്ലോ അതും കൂടെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു സ്പെഷ്യലും കാര്യങ്ങളൊക്കെ വെച്ച് അവരുടെ ചോറ്റുപാത്രം സെറ്റാക്കിയിട്ട് പിന്നെ മുടി കെട്ടി കൊടുക്കലും കാര്യങ്ങളൊക്കെ കഴിച്ച് അവരെ നമ്മൾ സ്കൂളിലേക്ക് പറഞ്ഞയച്ചു കേട്ടോ. ഏട്ടനോടെ ഉള്ള കാരണം രാവിലെ കൊണ്ടാക്കണമെന്ന് വൈകുന്നേരം വിളിക്കണതൊക്കെ ഏട്ടനാണ് കേട്ടോ. അപ്പോൾ അവരെ കൊണ്ടാക്കി വന്നതിന് ശേഷം നമ്മളിതാ നാളെ അവർക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള ബാഗും കാര്യങ്ങളൊക്കെ അലമാരയുടെ മേലെ അങ്ങനെ വെച്ചിരുന്നു കേട്ടോ. ആകെ നമ്മളുടെ ആറാല പിടിച്ചിട്ട് പൊടി പിടിച്ചിട്ടൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ മൊത്തം ഞങ്ങൾ തട്ടിയിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് അതേപോലെ തന്നെ ഒക്കെ ഒതുക്കി അങ്ങനെ തന്നെ വെച്ചു കേട്ടോ. പിന്നെ അവർക്ക് കിട്ടിയ ബാഗൊക്കെ ഞാൻ വേഗം കൊണ്ട് കഴുകി വെച്ച് അതിൻ്റെ എല്ലാം നമ്മൾ തിരിച്ചു കൊടുത്ത് അമ്മായി വന്നിട്ട് അപ്പോൾ അമ്മായിക്ക് വേഗം ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അമ്മായി വരുമ്പോൾ പഴവും ബിസ്ക്കറ്റൊക്കെ കൊണ്ടുവന്നിരുന്നേ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ നമ്മളുടെ അടുക്കളയിൽ വിറക് വെക്കുന്ന ഏരിയ ഒന്ന് ക്ലീൻ ചെയ്ത് കുറച്ചെല്ലാം ഫുള്ളായിട്ട് നമ്മൾ വിറക് കൂടെ നിറച്ചു വിട്ടാൽ ഓലക്കൊടിയും ചിരട്ടിയും ചകിരിയൊക്കെ കൊണ്ടുവന്ന് അതിൻ്റെ ഇടയിൽ കുറേ ആരൊക്കെ കയറി. പിന്നെ ഇത് നമ്മൾ ഉച്ചയപ്പോൾ ഊണയ്ക്കായിരുന്നു സാമ്പാറും വഴുതനങ്ങ വറുത്തതും നമ്മളെ മത്തലശ്ശേരിയും എല്ലാതും കൂടെ ഊണൊക്കെ കഴിച്ച് വൈകുന്നേരം ഇപ്പോൾ നല്ല പാൽച്ചായും പിന്നെ നമ്മളുടെ അവിൽ കുഴച്ചതും കൂടെ ഇട്ടാണ് കഴിച്ചത് കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മൾ സ്വാമിമാർ കുളി കഴിഞ്ഞ് വന്ന് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. നമ്മളുടെ പാറുട്ടീനെ ഒന്ന് കുളത്തിലേക്ക് പറഞ്ഞയച്ചില്ല. അവളുടെ കാലുമത്ത് മുറി ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ സ്റ്റിച്ച് വെട്ടിയിട്ട് വന്നതേ ഉണ്ടായിരുന്നുള്ളൂ വൈകുന്നേരത്തെ. അപ്പം തന്നെ കുളത്തിൽ കൊണ്ട് കുളിക്കണ്ടല്ലോ വിചാരിച്ചിട്ട് പറഞ്ഞയച്ചില്ല കേട്ടോ. അപ്പോൾ സ്വാമിമാർ കുളിച്ച് വരുമ്പോഴത്തേനും അവൾ വീട്ടിൽ നിന്ന് കുളിച്ച് റെഡി ആയിട്ടിരിക്കും. അങ്ങനെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ചമ്മന്തി ഉണ്ടാക്കുക വൈകുന്നേരത്തിന് കേട്ടോ. പിന്നെ നമ്മളുടെ വിരുദ്ധിയും പിള്ളേർ അതിൻ്റെ ഇടയിൽ വന്നിരുന്നു, ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വിട്ടതാണ്. അപ്പോൾ ഞാൻ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി സബോളയും ഉണക്കമുളകും ശരിക്കും ചെറുള്ളിയിലാട്ടോ ഈ ചമ്മന്തി ഉണ്ടാക്കേണ്ടത്. എനിക്ക് എളുപ്പത്തിന് ഞാൻ ഇവിടെ ചെറുള്ളി ഇട്ട് ചമ്മന്തി ഉണ്ടാക്കാന്നുണ്ടെങ്കിൽ 1 കിലോ ചെറുള്ളി ഞാൻ മുഴുവനും നേരാക്കേണ്ടിരുന്നാലും എല്ലാവർക്കും ചമ്മന്തി കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു സബോള എടുക്കാൻ നല്ലത് വിചാരിച്ചെന്നല്ല, ഞാൻ എപ്പോഴും സബോള ഇട്ടന്നെ ഉണ്ടാക്കാറ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ദേവട്ടി എന്തൊക്കെ പരാതിയായിട്ട് വന്നിരുന്നു. അപ്പോൾ അവളതിനൊക്കെ സോപ്പിട്ടൊരു ഉമ്മ കൊടുത്ത് അവളതിനെ പറഞ്ഞയച്ചു. അപ്പോൾ പിന്നെ ഇതാ ഞാൻ സുന്ദരീനെ എടുക്കാൻ നോക്കാട്ടോ ദേവട്ടി. അപ്പോൾ സുന്ദരി പോണില്ല അച്ഛമ്മ അടുത്തുനിന്ന്. അപ്പോൾ ഞാൻ എന്താ വേഗം ചമ്മന്തി റെഡിയാക്കാണ് കേട്ടോ. കാത്തിരുന്ന് നമ്മളുടെ കെട്ടുന്നറയാണ് നാളെ. ഈ ഒരു വീഡിയോ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ കെട്ടുന്നറയും മലയ്ക്ക് പോയി സ്വാമിമാർ വീട്ടിലൊക്കെ എത്തിയിട്ടായിരിക്കും മിക്കവാറും ഇത് അപ്ലോഡൊക്കെ ആയി വരിക എന്നൊക്കെ തോന്നുന്നത്. എഡിറ്റ് ചെയ്യാനും ഒക്കെ എങ്ങനെ ഇരിക്കും എനിക്കറിയില്ല. എന്തായാലും ഞാൻ പരമാവധി എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ സ്പീഡിലൊക്കെ ചെയ്യാൻ നോക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം. ഓക്കെ, ബൈ.